ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. കാരക്കയും നാരങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി മിക്സ് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ചെറുനാരങ്ങ എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുത്തതാണ്. ചൂടാറിയതിൻ്റെ ശേഷം 4 പീസാക്കി കട്ട് ചെയ്തെടുക്കുക. 1 കിലോ കാരക്ക കുരുവൊക്കെ പോക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ്. കുറച്ച് കരിവേപ്പിൻ്റെ. അതിനുശേഷം അടുപ്പത്ത് ഒരു ഉരുളി വെച്ച് ചൂടായതിൻ്റെ ശേഷം എണ്ണ ഒഴിച്ച് ചൂടായതിൻ്റെ ശേഷം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് മൊരിച്ചെടുക്കാം. അതിനൊപ്പം വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂക്കട്ടെ. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഞെരിഞ്ഞ് വരുമ്പം അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അച്ചാർ പൊടിയിലാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 കിലോ നാരങ്ങയും 1 കിലോ കാരക്കയും ഞാൻ 100 ഗ്രാമിൻ്റെ 2 പേക്ക് അച്ചാർ പൊടിയാണ് കേട്ടോ എടുത്തത്. 200 ഗ്രാം അച്ചാർ പൊടിയും 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറുമാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് തളിച്ചതിന് ശേഷം അതിലേക്ക് കാരക്ക ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ കാരക്ക ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നാരങ്ങ ഇട്ട് കൊടുക്കരുത്. നാരങ്ങ കൂടുതൽ വെന്താൽ കയ്പ്പടിക്കും. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2-3 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് തളിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നാരങ്ങ എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വേവിക്കണ്ട കേട്ടോ. കൂടുതൽ നാരങ്ങ ഇട്ട് വേവിച്ചാൽ അതിനൊരു കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ ഒന്ന് തളിച്ച് വരുമ്പോൾ ഓഫാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ ആവിയിൽ വെച്ച് വേവിക്കുകയാണെങ്കിലും കുറേ നേരം വേവിക്കരുത്. ഒരുവിധം ആവി വന്നാൽ ഇങ്ങോട്ട് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഒരു കയ്പ്പാണ് നാരങ്ങക്ക് കൂടുതൽ വെന്തുപോയാൽ. അപ്പോൾ അതൊക്കെ അതിൻ്റെ പാകത്തിന് മട്ടം പോലെ ചെയ്താൽ നല്ല രസമാണ്. അപ്പോൾ അതാ കാരക്ക നാരങ്ങ മിക്സ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനി അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കൊഴിച്ച് വെക്കാം. അപ്പോൾ അച്ചാർ മുക്കി വെക്കാൻ വേണ്ടി ഞാൻ 2 പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പാത്രത്തിൽക്കായിട്ട് മുക്കി ഒഴിച്ച് വെച്ചാൽ ഇത് നാളേക്ക് ചൂടാറും. ഒന്നിപ്പോൾ ഇത് ചൂടാറൂല. നാളെ ചൂടാറിയിട്ട് വേണം ദളക്കിലാക്കി വെക്കാൻ. അപ്പോൾ അച്ചാറിന് ചെറിയ കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കൽ. അപ്പോൾ പീടികയിലൊന്നും കൊടുക്കലില്ല, വീടുകളിലൊക്കെയാണ് കൊടുക്കൽ. ഞാൻ അച്ചാറുകൾ കൂടുതലൊന്നും ഉണ്ടാക്കി വെക്കലില്ല കേട്ടോ. കുറേശ്ശെ ഉണ്ടാക്കി വെക്കലുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോയി വിൽക്കലൊന്നുമില്ല. എൻ്റെ വീട്ടിലേക്ക് വന്ന് ആവശ്യക്കാർ വാങ്ങലാണ്. അപ്പോൾ ഒരു 10 റുപ്യ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് നയിപ്പുണ്ട്, കുറച്ചൊന്ന് അധ്വാനിക്കണം. അപ്പോൾ നമ്മളെ വീട്ടിൽ വെച്ച് ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണല്ലോ അതൊക്കെ. ഇങ്ങനത്തെ ഒക്കെ ഒരു തൊഴിൽ തുടങ്ങിക്കുകയാണെങ്കിൽ നമുക്കും കാര്യമാണ്. കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമ്മൾ 10 റുപ്യ കയ്യിൽ വരും. അപ്പോൾ അത് അച്ചാറൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ആവശ്യക്കാർ വന്നാൽ എടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.